ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇന്ത്യക്ക് മേലുള്ള തീരുവ 50% കിട്ടണമെന്ന് വാശി പിടിച്ച ട്രംപ് അയഞ്ഞു തുടങ്ങി. ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയനുമായി നമ്മൾ നടത്തിയ ചർച്ചയും പരിണിത ഫലവുമാണോ അദ്ദേഹത്തിന് പ്രേരിപ്പിച്ചെന്നറിയില്ല. എന്തായാലും തീരുവ നമ്മുടെ ഇറക്കുമതിക്ക്, അതായത് ഇന്ത്യയുടെ കയറ്റുമതിക്ക് 18% കുറഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കുറച്ചൊന്നുമല്ല ഇത് സ്വാധീനിക്കാൻ പോകുന്നത്. തീരുവ കുറച്ചതിന് ട്രംപിനോട് നന്ദി പറഞ്ഞു പ്രധാനമന്ത്രി. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ടെലിഫോൺ നടത്തിയ സംഭാഷണത്തിന് ശേഷമാണ്. കുറച്ച് കാലമായി ചർച്ച നടക്കുകയായിരുന്നു. പക്ഷേ മറ്റൊരു വലിയ അപകടം, റഷ്യയിൽ നിന്ന് നമ്മളിപ്പോൾ വില കുറച്ച് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അത് നിർത്തുമെന്ന് ഇന്ത്യ ഉറപ്പ് കൊടുത്തെന്ന് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ കോളം ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തീരുമാനമാണ്. ഈ പുതിയ കരാറിനെ കുറിച്ച് പറയാൻ അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരും. അതുപോലെ കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ചകളും അതിൻ്റെ നാൾ വഴിയും ഒക്കെ നമ്മോട് സംസാരിക്കാൻ ബൽറാം നെടുങ്ങാടിയും, അതുപോലെ ഈ നമ്മുടെ സാമ്പത്തിക ഡെസ്കിൽ നിന്ന് ക്രിസ്റ്റിന ചെറിയാൻ ചേരും. ഇന്ത്യക്ക് എന്താണ് ഇതിലൂടെ സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടി. എന്തായാലും ഇതൊരു വലിയൊരു തീരുമാനമാണ്, നല്ല തീരുമാനമാണ്. ഈ ഒരു പ്രഭാതം ഇന്ത്യക്ക് മാത്രം സ്വന്തമായ പ്രഭാതം തന്നെയാണ്. എന്നാൽ റഷ്യയും അമേരിക്കയും തമ്മിൽ കൂട്ടിയിടിക്കാതെ നമ്മൾ നോക്കണം. കാര്യം ആനയും തമ്മിൽ കൂട്ടിയിടിച്ചാൽ ഇടയ്ക്ക് നിൽക്കുന്ന പോച്ചയ്ക്കായിരിക്കും കുഴപ്പമെന്നറിയാം. ഇഫ് ദ എലഫന്റ് ഫൈൻഡ്സ് ഇറ്റ് ഈസ് എ ഗ്രാസ് ദാറ്റ് സഫേഴ്സ് എന്ന് ഇംഗ്ലീഷ് പഴമൊഴിയുണ്ട്. അപ്പോൾ ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. മധു, ഗുഡ് മോർണിംഗ്. മധു, എൻ്റെ ഇംഗ്ലീഷ് കേട്ട് ഞെട്ടിയെന്ന് തോന്നുന്നു, പറയും മധു. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന ഈ അധിക നികുതി ഉൾപ്പെടെയുള്ള 50% നിന്ന് 18% കുറച്ചിരിക്കുകയാണ്. എസ് കെ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും, 16 മുതൽ 18% ഇത് വന്ന് അവസാനിക്കുമെന്ന് നമ്മൾ ഒക്ടോബർ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ചില വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഇത് മാത്രമല്ല, മോദിയോടുള്ള സൗഹൃദത്തിന്റെയും ആദരവിന്റെയും ഒക്കെ പുറത്താണ് ഈ തീരുമാനമെന്ന് ട്രംപ് തന്നെ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മറുപടി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വം ലോകത്തിന് അത്യാവശ്യമാണെന്നും ഈ തീരുമാനം 140 കോടി ജനങ്ങൾക്കും വലിയ നേട്ടമെന്നാണ് മോദി പ്രതികരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് ഇനി അമേരിക്കൻ വിപണിയിൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മോദി പറയുന്നത്. അത് മാത്രമല്ല, ആഗോള സമാധാനത്തിന് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വം അനിവാര്യമാണെന്നും മോദി ഒരു പടി കൂടി കടന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തിവെക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. പകരം അമേരിക്കയിൽ നിന്നും വെനിസ്വലയിൽ നിന്നും ഇന്ത്യ കൂടുതൽ ഊർജം ഇറക്കുമതി ചെയ്യും. ഇത് മാത്രമല്ല, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വ്യാപാര തടസ്സങ്ങൾ ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് അത് സീറോ താരിഫ് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ കരാറിൽ ധാരണയായിട്ടുണ്ടെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഊർജം, അതുപോലെ സാങ്കേതിക വിദ്യ, കാർഷിക, അതുപോലെ കൽക്കരി ഉൽപ്പന്നങ്ങൾ, ഈ മേഖലകളിൽ $500 ബില്യൺ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ ഇന്ത്യ സന്നദ്ധത പ്രകടിപ്പിച്ചതായും ട്രംപ് പറയുന്നുണ്ട്. എസ് കെ, നമുക്കറിയാം, നേരത്തെ യൂറോപ്പ് ഡീൽ, അതായത് മദർ ഓഫ് ഡീൽസ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രത്യേകിച്ച് വലിയ ആവേശമൊന്നും കാണാതിരുന്നപ്പോൾ ഇന്നിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ കുതിപ്പാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. IT കമ്പനികളായ ഇൻഫോസിസ് ഇന്ന് കച്ചവടം അവസാനിക്കുമ്പോൾ 4.3% കുതിച്ചു കയറി. അതുപോലെ തന്നെ വിപ്രോ 6.8%, അതുപോലെ HDFC ബാങ്ക് 4.4%, അതുപോലെ മറ്റു പല സോഫ്റ്റ്വെയർ കമ്പനികൾക്കും വലിയ കുതിപ്പാണ് ഇന്ന് ട്രേഡ് അവസാനിക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എസ് കെ അറിയാലോ, മദർ ഓഫ് ഡീൽസ് എന്ന യൂറോപ്പ് കരാറിനെ വിശേഷിച്ചപ്പോൾ അന്ന് ഡൊണാൾഡ് ട്രംപ് സ്നേഹരൂപേണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു, ഒരു ഡാഡി ഇതെല്ലാം കണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ട്രംപിനെ കാണാൻ എത്തിയ ആദ്യ നേതാവായിരുന്നു നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം. അത് കഴിഞ്ഞ് ഈ താരിഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു പോയെങ്കിൽ പിന്നീട് അത് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. പക്ഷേ ട്രംപ് അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ അംബാസഡർ സെർജിയോ ഗോറിനെ തന്നെയാണ് ഇന്ത്യയിലേക്ക് അയക്കുകയും ഇതിനുള്ള കാര്യങ്ങൾക്കുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തു വെച്ചത്. ഒരു വശത്ത് നമ്മുടെ പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ടീം, ഈ 2 ടീമുകൾ ഇത്രയും മാസങ്ങൾ ഈ ചർച്ച നടത്തിയതാണ് ഇപ്പോൾ ഈ റിസൾട്ടിലേക്ക് വന്നിരിക്കുന്നത്. എസ് കെ, ഇന്ത്യ അമേരിക്ക ബന്ധം മാറുന്ന ലോകക്രമത്തിൽ വളരെ ആവശ്യമാണെന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. ട്രംപ് ഭരണം മാത്രമല്ല, 20 വർഷമായിട്ട് അമേരിക്കയിലെ മാറി മാറി വരുന്ന പ്രസിഡന്റുമാർ ഇന്ത്യക്ക് നൽകുന്ന പ്രാധാന്യം, ബൈഡൻ
നൽകിയ സ്റ്റേറ്റ് ഡിന്നർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും തുടരും എന്നുള്ളതിന്റെ കൃത്യമായ ഒരു മെസ്സേജാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി ഇതിന്റെ മുതലെടുപ്പ് നടത്താൻ നോക്കിയ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയായിട്ട് മാറുകയാണ്. അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ഉള്ള ഈ സാമ്പത്തിക വിദഗ്ധരുടെ കുപ്പായമിട്ട വിദഗ്ധന്മാരും അതുപോലെ വെല്ലുവിളിയൊക്കെ നടത്തുമ്പോഴും വ്യൂവേഴ്സിന് വേണ്ടിയൊക്കെ തള്ളിമറിക്കുമ്പോഴും ഇന്ത്യ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി വളരെ പക്വമായിട്ട് കൈകാര്യം ചെയ്ത ഒരു വിഷയമാണ്. അതായത് പ്രകോപനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നില്ല. അത് മാത്രമല്ല, SKN ഈ വിഷയം ഒരു വർഷമായിട്ട് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ SKN എന്നെയും കുഴപ്പിക്കാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അതിലൊന്നും വീണില്ല. അതുകൊണ്ട് ഇന്ന് സമാധാനത്തോടെ ഞാനും കിടന്നുറങ്ങും. എനിക്ക് എന്നെ തന്നെ ഒന്ന് അഭിനന്ദിച്ചുകൊണ്ട് SKN. ഓക്കെ, അഥവാ വീണാലും വീണിടത്ത് വിദ്യ എടുക്കുന്ന ആളല്ലേ മധു കൊട്ടാരക്കര. താങ്ക് യു, ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്. അപ്പോൾ ഇനി ഡൽഹിയിലേക്ക് ബൽറാം നെടുങ്ങാടി, ഡൽഹിയിൽ നിന്ന് ബൽറാം ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ മധുവിൻ്റെ തന്ത്രങ്ങളെ കണ്ട് ഭയന്നു പോകണ്ട. പറയൂ ബൽറാം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. ദീർഘകാലമായി കാത്തിരുന്ന ഒരു സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ ഒരു കരാറിനാണ് ലേക്കാണ് രാജ്യം നീങ്ങുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാരണം നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയത് മുതൽ തന്നെ US ബന്ധം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ വർഷം ജൂൺ മുതലാണ് ഇതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ അതൊരു പ്രധാന കാരണമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യക്ക് മേൽ തീരുവയ്ക്ക് പുറമെ പിഴത്തീരുവ ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന ഒരു സമീപനം, ഒരു തീരുമാനം US സ്വീകരിച്ചത്. അത് ഇന്ത്യയിൽ കേരളത്തിൽ നിന്നടക്കമുള്ള കയറ്റുമതിയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ആ ഒരു പ്രതിസന്ധിയെ ഏത് തരത്തിൽ മറികടക്കാൻ കഴിയും എന്നുള്ള ചർച്ചകളുടെ തുടർച്ചയായാണ് പിന്നീട് യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകളും റഷ്യയുമായും ചൈനയുമായുള്ള ബന്ധവും സജീവമാക്കാൻ ഇന്ത്യ തീരുമാനിച്ചതും ആ നടപടികളുമായി മുന്നോട്ട് പോയതും. ഇപ്പോൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് തീരുമാനമുണ്ടായി. 10 ദിവസത്തിനകമാണ് US കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് അനുകൂലമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നതും ഇതിൽ രാഷ്ട്രീയ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ്. അല്ലെങ്കിൽ മുൻപില്ലാത്ത രീതിയിലുള്ള അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഉണ്ടായത്. പ്രഖ്യാപനമുണ്ടായത് US ഭാഗത്തു നിന്നാണ് എന്നുള്ളത് രാഷ്ട്രീയമായി വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നു വന്നേക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. എങ്കിൽ പോലും ഈ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്ന മേഖലകൾ സംബന്ധിച്ച് ഒരു പരിഹാരമാകാൻ കഴിയുന്നു. കാർഷിക മേഖല, പ്രത്യേകിച്ച് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിൽ നിന്നിരുന്നു. ലെതർ അടക്കമുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പ്രതിസന്ധി നിലനിന്നിരുന്നു. ഇതിനെല്ലാം വലിയൊരു അളവ് ആശ്വാസം പകരാൻ ഈ ഒരു കരാറിലേക്ക് നീങ്ങുന്നതോടെ കഴിയും, US പ്രഖ്യാപനത്തോടെ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇന്ത്യയിലെ മറ്റ് മേഖലകൾ, IT അടക്കമുള്ള മേഖലകൾക്ക് വലിയ ആശ്വാസം ഈ കരാർ പകരും എന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് അതേസമയം കൽക്കരി, ഊർജം തുടങ്ങിയ മേഖലകൾ ഇത് അമേരിക്കയിൽ നിന്നും ഇന്ത്യ $500 ബില്യൺ ഇറക്കുമതി 5 വർഷത്തിനകം നടത്തണം എന്ന ഈ കരാറിലെ നോടൊപ്പം തന്നെ US പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. അത് ഏത് തരത്തിലുള്ള സാഹചര്യമായിരിക്കും ഉണ്ടാകുക എന്നുള്ള സംബന്ധിച്ചുള്ള വ്യക്തതകൾ അത് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ വ്യവസായ ലോകത്തു നിന്നും ആവശ്യപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.